നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി 2ാമത്തെ യൂണിറ്റ് ഏകോദര സോദരർ നാം. ഈ യൂണിറ്റിലെ 2ാമത്തെ പാഠം ആനന്ദാശ്രുക്കൾ എന്ന നോവൽ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ. ഈ വാക്കുകളിലെ കരുതൽ എങ്ങനെയൊക്കെയാണ് നോവൽ ഭാഗത്ത് യാഥാർത്ഥ്യമാകുന്നത് വ്യക്തമാക്കുക. മുറിപ്പാടുകൾ എന്ന നോവലിൽ ഫാദർ ഫ്രാൻസിസിനെ സ്നേഹത്തിൻ്റെ വെളിച്ചമായാണ് എഴുത്തുകാരി അവതരിപ്പിച്ചിരിക്കുന്നത്. ജോസിനെ പോലെ അനാഥരാക്കപ്പെട്ട ബാല്യങ്ങളെ സംരക്ഷിക്കുന്ന ഫാദർ അവരെ പരിഗണിക്കുകയും അവർക്ക് കൈത്താങ്ങായി നിൽക്കുകയും ചെയ്യുന്ന മാനുഷിക മൂല്യങ്ങൾ ഉൾച്ചേർന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. പുഞ്ചിരിച്ച മുഖവുമായി എപ്പോഴും നിലകൊള്ളുന്ന അദ്ദേഹം കുട്ടികളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കാളിയാകുന്നു. 10ാം തരം പരീക്ഷയുടെ ഫലം അറിയാൻ ഉദ്വേഗത്തോടെ നിൽക്കുന്ന ജോസിനോട് മികച്ച വിജയത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതോടൊപ്പം തുടർ പഠനത്തിനുള്ള സാധ്യതകളും ഫാദർ ഒരുക്കി കൊടുക്കുന്നു. വിദ്യാഭ്യാസമാണ് അവൻ്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാവുക എന്ന് ചിന്തിച്ച് ജോസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രത്യാശയുടെ ചിറകുകൾ നൽകുകയാണ് ഫാദർ ഫ്രാൻസിസ്. മറ്റുള്ളവരുടെ ദുഃഖം തൻ്റേതാണെന്ന തിരിച്ചറിവുള്ള കരുതലും കരുണയും കൈമുതലായുള്ള യഥാർത്ഥ മനുഷ്യനാണ് അദ്ദേഹം. 2ാമത്തെ ചോദ്യം: തൻ്റെ നമ്പറിനു മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു. മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി. പരീക്ഷാഫലം അറിയാൻ കാത്തുനിന്ന ജോസിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാവാം? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ജോസിന് വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പോഴുള്ള പ്രതിസന്ധികൾ അതിജീവിക്കാനാകുമെന്നുള്ള പ്രത്യാശയുണ്ട്. തൻ്റെ പ്രയത്നങ്ങൾ സഫലമായതിൻ്റെ നിർവൃതി അവനിലുണ്ട്. ഇപ്പോൾ ലഭിച്ച മികച്ച വിജയം ഭാവിയിലേക്കുള്ള പഠനകാര്യങ്ങൾക്ക് സഹായകമാകും. എന്നാൽ ഒരു അനാഥനായ തനിക്ക് മുന്നോട്ട് പഠിക്കാനുള്ള സാഹചര്യവും സഹായവും എവിടെ നിന്നെങ്കിലും ലഭിക്കുമോ എന്ന ആശങ്കയും അതോടൊപ്പം ഉണ്ട്. 3ാമത്തെ ചോദ്യം: രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആനന്ദാശ്രുക്കൾ. ഫാദർ ഫ്രാൻസിസ്, ജോസ് എന്നിവർ അവരവരുടെ കടമകൾ നിറവേറ്റിയതിൻ്റെ ഫലമാണല്ലോ ഈ ആനന്ദാശ്രുക്കൾ. പാഠഭാഗത്തെ ആശയങ്ങൾ കൂടി പരിഗണിച്ച് വിദ്യാഭ്യാസം ജീവിത പുരോഗതിക്ക് എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. ആദ്യം നമുക്ക് സദസ്സിനെ അഭിസംബോധന ചെയ്യാം, അതിനുശേഷം ആരംഭിക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയെക്കുറിച്ചാണ്: വിദ്യാഭ്യാസം. സാറ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ജോസ് എന്ന അനാഥ ബാലൻ്റെ ജീവിതം നമ്മെ ഒരു മഹത്തായ സത്യത്തിലേക്ക് നയിക്കുന്നു. ജീവിതത്തിൽ എത്രയേറെ കഷ്ടതകൾ ഉണ്ടായാലും വിദ്യാഭ്യാസം ഒരാളുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ് എന്നതാണ് ആ സത്യം. അനാഥാലയത്തിൽ വളർന്ന ജോസിന് ജീവിതം എളുപ്പമായിരുന്നില്ല. താൻ അനാഥനാണെന്ന ബോധം അവൻ്റെ മനസ്സിനെ പലവട്ടം വേദനിപ്പിച്ചു. എങ്കിലും അവൻ്റെ കണ്ണുകളിൽ അണയാത്തൊരു പ്രത്യാശയുടെ ജ്വാല ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം കൊണ്ട് തൻ്റെ ജീവിതം മാറ്റാം എന്ന വിശ്വാസം. ഫാദർ ഫ്രാൻസിസ് അവന് കരുണയും പ്രോത്സാഹനവും നൽകി. അതാണ് ജോസിന് പ്രചോദനമായി മാറിയത്. പഠനം വഴി മനുഷ്യന് തൻ്റെ ജീവിതം ഉയർത്താനും സമൂഹത്തിൽ അവൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്താനും സാധിക്കും. വിദ്യാഭ്യാസം വെറും പാഠപുസ്തകങ്ങളല്ല, അത് നമ്മെ മനുഷ്യനാക്കുന്ന പ്രക്രിയയാണ്. അത് ആത്മവിശ്വാസം നൽകുന്നു, ഉത്തരവാദിത്വ ബോധം വളർത്തുന്നു, നല്ല ജീവിതം നയിക്കാൻ വഴി തുറക്കുന്നു. ജോസിനെ പോലെ നമ്മളും ജീവിതത്തിൽ വളരാനും മുന്നേറാനും വിദ്യാഭ്യാസത്തെ ആയുധമാക്കണം. പഠനം നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പാലമാണ്. ധനം നഷ്ടപ്പെട്ടാൽ കുറച്ചുകാലം മാത്രമേ നഷ്ടമാകൂ. പക്ഷേ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടാൽ ജീവിതം മുഴുവൻ ഇരുട്ടിലാകും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതം വിദ്യാഭ്യാസം കൊണ്ട് പ്രകാശിപ്പിക്കാം. വിദ്യാഭ്യാസം ജീവിതത്തിൻ്റെ വഴികാട്ടി, പുരോഗതിയുടെ അടിത്തറ. വളരെ ലളിതമായൊരു പ്രസംഗ രീതിയാണിത്. നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് കൂടുതൽ പോയിന്റുകൾ കൂട്ടിച്ചേർത്ത് പ്രസംഗം വിപുലീകരിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം: മ്ലാനത മൂടിക്കെട്ടിയ മുഖം, സന്തോഷം പതഞ്ഞു പൊങ്ങി. ഇത്തരം സവിശേഷ പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തിന് എത്രത്തോളം മിഴിവ് നൽകുന്നു? സമാന പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലനം ചെയ്യുക. ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഹൃദയം നുറുങ്ങി, സന്തോഷം നുരഞ്ഞു പൊങ്ങി, മണിമുഴക്കമനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിത രീതി ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങ പോലെ. ഒരു കഥയിലെ അനുഭൂതികളും സംഭവങ്ങളുമെല്ലാം കൂടുതൽ തീവ്രമായി വായനക്കാർക്ക് അനുഭവിക്കാൻ ഇത്തരം പ്രയോഗങ്ങൾ സഹായിക്കുന്നു. വായനയിൽ ആസ്വാദന മൂല്യം വർദ്ധിക്കുന്നു. ഈ ശൈലി വായനക്കാരനെ കഥയുടെ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളിക്കുന്നു. മ്ലാനത മൂടിക്കെട്ടിയ മുഖം എന്നത് വെറും ദുഃഖം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ദൃശ്യാനുഭവം നൽകുന്നു. നിയന്ത്രണമില്ലാതെ ഒഴുകുന്ന ജീവിതമോ അവസ്ഥയെയോ സൂചിപ്പിക്കുന്ന ഉപമയാണ് ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങ പോലെ എന്നത്. മണി മുഴങ്ങുന്നതിനനുസരിച്ച് നീങ്ങുന്ന ജീവിത രീതിയിലെ വിരസത ആ പ്രയോഗത്തിൽ പ്രകടമാണ്. സന്തോഷവും ഉന്മേഷവും നുരഞ്ഞു പൊങ്ങുന്നതും പതഞ്ഞു പൊങ്ങുന്നതും ആ വികാരത്തിൻ്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള സവിശേഷ പ്രയോഗങ്ങൾ കഥയെ സജീവവും ഭാവസമൃദ്ധവുമാക്കി മാറ്റുന്നു. അവയാണ് കഥയുടെ മിഴിവും മനോഹാരിതയും കൂട്ടുന്ന ഭാഷാ സൗന്ദര്യത്തിൻ്റെ ഹൃദയം. ഇനി അടുത്ത ചോദ്യം. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. സദാചാരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു പകർന്നു നൽകിയ ജീവിത പാഠം നോവൽ ഭാഗത്ത് എങ്ങനെയെല്ലാമാണ് പ്രതിഫലിക്കുന്നത് വിശദമാക്കുക. മാനവികതയുടെ എല്ലാ അംശങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തിത്വങ്ങൾ ആനന്ദാശ്രുക്കളിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ജോസിനെ പോലെ അനാഥരാക്കപ്പെട്ട ബാല്യങ്ങളെ സംരക്ഷിക്കുന്ന, അവരെ പരിഗണിക്കുകയും അവർക്ക് കൈത്താങ്ങായി നിൽക്കുകയും ചെയ്യുന്ന ഫാദർ ഫ്രാൻസിസ് മാനുഷിക മൂല്യങ്ങൾ ഉൾച്ചേർന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. ജോസിന് കൈവന്ന ഭാഗ്യത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന പീറ്റർ. ഇവരോടുള്ള സ്നേഹവും കൃതജ്ഞതയും നിറഞ്ഞു നിൽക്കുന്ന ജോസിൻ്റെ മനസ്സ്. വീടും സൗഭാഗ്യങ്ങളുമുള്ള സഹപാഠികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തൻ്റെ അനാഥത്വം ജോസിൽ വേദന നീറ്റുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാമുള്ള മോചനമായി പഠിച്ചുയരണം എന്ന ലക്ഷ്യം അവൻ മുന്നിൽ കാണുന്നു. നല്ല ഭാവിയെ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവർ ചെയ്തു തന്ന നല്ല കാര്യങ്ങൾ നാം മറന്നുകൂടാ. എന്നാൽ ജീവിതത്തിലെ കയ്പുള്ള അനുഭവങ്ങളെ മറക്കുകയും അതിജീവിച്ച് മുന്നേറുകയും വേണം. ഇത് എപ്പോഴും ആചരിക്കേണ്ട സത്കാര്യമാണ് എന്ന ഗുരുചിന്ത പുതിയ തലമുറയിൽ പ്രസക്തമായ ജീവിത പാഠമാണ്. ഇനി അവസാനത്തെ ചോദ്യം. പ്രതിസന്ധികളെ അതിജീവിച്ച് ജോസ് നേടിയ ഉന്നത വിജയം ഏവർക്കും പ്രചോദനമേകുന്നതാണല്ലോ. ഈ സംഭവം അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കുക. പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പത്രവാർത്തയുടെ ഘടന എങ്ങനെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ശീർഷകം അല്ലെങ്കിൽ തലക്കെട്ട്. നമുക്ക് തന്നിരിക്കുന്ന വാർത്തയെ അടിസ്ഥാനമാക്കി ഏറ്റവും ലളിതവും അതേസമയം വായനക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ ലഘുവായ ഒരു വാക്യമായിരിക്കണം ശീർഷകം അഥവാ തലക്കെട്ട് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ സ്ഥലം ഏതാണെന്ന് വ്യക്തമാക്കുന്നു. ജില്ലകളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ പേരോ ഒക്കെ ആവാം. ഇതിനോടൊപ്പം ലേഖകൻ, സ്വന്തം ലേഖകൻ എന്ന് എഴുതി ചേർക്കുന്നതും പതിവാണ്. അതിനുശേഷം നമ്മൾ വാർത്ത എഴുതാനായിട്ട് കോളമായിട്ട് മാറ്റുന്നു. വാർത്തകളെ പൊതുവെ 3 കോളങ്ങളായിട്ടാണ്, നമ്മൾ പത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. കോളങ്ങളായിട്ടാണ് വാർത്തകൾ വരുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി 3 കോളമാക്കാം അതിനെ. ആദ്യത്തെ കോളത്തിൽ നിന്ന് നമ്മൾ എഴുതി തുടങ്ങുന്നു. പ്രധാനമായും 3 പാരഗ്രാഫാണ് വാർത്ത ഉൾക്കൊള്ളിക്കേണ്ടത്. ഒന്നാമത്തെ പാരഗ്രാഫിൽ, ആദ്യത്തെ ഖണ്ഡികയിൽ വാർത്ത മുഴുവനായും അറിയുന്ന രീതിയിൽ 2ഓ 3ഓ വാക്യങ്ങളിലായി എഴുതാം. അതായത് സംഭവം നടന്നത് എവിടെ, എപ്പോൾ, എങ്ങനെ, ആരെല്ലാമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ വാർത്ത 2ഓ 3ഓ വാക്യങ്ങളിൽ എഴുതി അവസാനിപ്പിക്കാം. ഇതായിരിക്കണം ഒന്നാമത്തെ പാരഗ്രാഫ്. അതായത് പത്രം വായിക്കാൻ നേരമില്ലാത്ത ഒരാൾക്ക് ആദ്യത്തെ ആ ഒരു ഖണ്ഡിക അല്ലെങ്കിൽ ആ പാരഗ്രാഫ് വായിക്കുമ്പോഴേക്കും തന്നെ വാർത്ത ഏകദേശം മനസ്സിലാക്കാൻ കഴിയണം എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ ഖണ്ഡികയിൽ വാർത്തയുടെ വിശദീകരണമാണ്. ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് എഴുതാം. മൂന്നാമത്തെ പാരഗ്രാഫിലാണ് വാർത്ത നമ്മൾ ഉപസംഹരിക്കുകയാണ്, അതായത് കൺക്ലൂഷനാണ്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ അധികാരികളോ ഏതെങ്കിലും രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചുരുക്കി ഈ പറഞ്ഞ പോലെ 2ഓ 3ഓ വാക്യങ്ങളിൽ നമുക്ക് ഈ ഉപസംഹാരം,
ആ പാരഗ്രാഫും മൂന്നാമത്തെ പാരഗ്രാഫും അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് വാർത്ത അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയാണ്. നമ്മളെപ്പോഴും വാർത്തകൾ വായിക്കുന്നത് കഴിഞ്ഞുപോയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അപ്പോൾ കാലം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഭൂതകാലം. ഇനി ചില പ്രഖ്യാപനങ്ങളെക്കുറിച്ചൊക്കെ അധികാരികൾ പറയുന്നത് നമുക്ക് ഭാവി കാലത്തിലായാലും കുഴപ്പമില്ല. എങ്കിലും വാർത്തകൾ കഴിഞ്ഞു പോയതായതുകൊണ്ട് നമ്മൾ എഴുതുന്ന കാലം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.